അപ്പോൾ ഗായ്സ് ഇന്നൊരു ആഫ്റ്റർ സ്കൂൾ റോട്ടിയാണ്. ഞാൻ ഇപ്പോൾ സ്കൂൾ ഇട്ട് വന്നിട്ടുള്ളൂ. ഏകദേശം എത്ര മണിയായി നോക്കുകയാണെങ്കിൽ ഇത്ര 4:50 4 മണിക്കാണ് സ്കൂളിട്ട്. ഇനിയിപ്പോൾ നമ്മളെ പണി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം പോയിട്ട് നേരെ വെള്ളം കുടിക്കണം, ബാഗ് കൊടുക്കുക, വെള്ളം കുടിക്കാം. അപ്പോൾ ഗായ്സ് അത്രയും വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് ഒറ്റ കുടിച്ച് തീർക്കാം. അപ്പോൾ ഗായ്സ് വെള്ളം കുടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നേരെ ഷട്ടിൽ കളിക്കാൻ പോകും. അതെന്താ വീഡിയോ ക്ലിയർ ഇല്ലാത്തെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഗായ്സ് ഇപ്പം ഇനി നമ്മൾ നേരെ ഷട്ടിൽ കളിക്കാൻ പോകണതാണ്. അപ്പോൾ നമുക്ക് ടിൻറ്റുവിനെ അവിടെ കാണാം. ടിൻറ്റുവിന് എന്താണ് പറയാനുള്ളത്? ഇതിനൊന്നും പറയാനില്ലെന്നാണ്, അല്ലെങ്കിൽ ആണ് പെരുങ്ക് വരാ ഉണ്ടാക്കുന്നുണ്ട് അടി ഇട്ടിട്ട്. ഷട്ടിൽ കളിക്കാവട്ടെ. അപ്പോൾ ഷട്ടിൽ കളിക്കാൻ പോകണം നേരെ. ഗൈസ് ഏകദേശം ഒരു 20 മിനിറ്റൊക്കെ ഷട്ടിൽ വെച്ചു. ഇപ്പോൾ നല്ല രീതിയിലുള്ള മഴക്കാർ കാണാൻ കഴിയും നിങ്ങൾക്ക്. ഓർത്താ എന്താണ് മഴക്കാർ ഇത്? മഴക്കാലൊന്നും ഇല്ലടേ, എന്താ മഴ പെയ്യുന്നത്? കുഞ്ഞാറ്റിക്ക് എന്താ പറയാനുള്ളത്? മഴ പെയ്യുന്നതിനെ കുറിച്ച് എന്താണ് അതൊക്കെ? ഒന്നും പറയാനില്ല എന്നാണ് പറഞ്ഞല്ലേ? സ്ഥലം ഇട്ടില്ലേ? സീനില്ലല്ലോ. എന്ത് സീന്? സൂപ്പറോന്ന് പറഞ്ഞിട്ട് തലേന്ന് മുട്ടിച്ചിട്ടേ സൂപ്പറോന്ന് അറിയും. എന്തായാലും ഇനി നമ്മൾ ഇപ്പോൾ കുറച്ച് നേരം ഷട്ടിൽ കഴിഞ്ഞു. ഇനിയിപ്പോൾ വർക്കൗട്ട് ചെയ്യാൻ പോകണം. വർക്കൗട്ട് ഈ വീഡിയോയ്ക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ. ഉള്ള കാര്യം ഉള്ളത് പോലെ പറയുകയാണ് എൻ്റെ ഒരു മനഭാവികം. അപ്പോൾ എന്തായാലും എടുത്തട്ടെ ഡമ്പൽ, എന്നിട്ട് വർക്കൗട്ട് ചെയ്യാം. ഹലോ ഗൈസ്, അങ്ങനെ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 5:40 ആവാനായിട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ല ഇരുട്ടായിട്ട് തോന്നുന്നുണ്ട്, എല്ലാവർക്കും കണ്ടാൽ മനസ്സിലാവും. കാരണം എന്താ വെച്ചാൽ മഴ പെയ്യാനായിട്ടാണ്. എന്താ താനെ തുറന്നാണ്, കാറ്റ് നിന്നിട്ടാണ് സംഭവം. അപ്പോൾ ഇനി എന്തായാലും ഇപ്പോൾ ബ്രേക്ക് എടുക്കുകയാണ്. ഇനിയിപ്പോൾ എന്തായാലും കുളിക്കാനൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് വേണം ചോറിന് പോകണം. ചെമ്പട്ടി കമത്താന്ന് പറയും, നിങ്ങൾക്കാർക്കും അറിയാൻ മതിയാവില്ല. ഞാൻ ആർക്കാണ് നിങ്ങൾക്ക് തന്നെ അറിയാം. പിന്നെ അത് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇന്ന് പിന്നെ നോമ്പായതുകൊണ്ട് പരീക്ഷ പൂജ വെക്കണ നോമ്പായതുകൊണ്ട് തന്നെ ഇതൊന്നും ഫിഷൊന്നും ഉണ്ടാവില്ല. അതിനോണ്ട് തന്നെ സീനാണ്. എന്തായാലും നമ്മൾ നോക്കാം, കുളിച്ച് കഴിഞ്ഞിട്ട് കാണാൻ. എല്ലാം കഴിഞ്ഞ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെമ്പട്ടി കമത്താൻ പോകണം. ആർക്കും അറിയില്ല എങ്ങനെ കമത്തണ്ടെന്ന്. അല്ല കമത്തണ്ട അങ്ങനെയൊന്നുമല്ല. അപ്പോൾ നമ്മളൊരു ചെമ്പട്ടി എടുത്തിട്ടുണ്ട് ഇവിടെ. ഇനി അതിലേക്ക് ചോറിടാം. നമുക്ക് നേരെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചോറൊക്കെ ഇട്ടിട്ടുണ്ട്. എനിക്ക് നല്ല വിശക്കണ ദിവസം മാത്രമേ ഞാൻ അങ്ങനെ ആക്കുള്ളൂ. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ചോറുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവും പറഞ്ഞു ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ട്. ഇനി നമുക്ക് കറി വയ്ക്കാം. ഇന്ന് നോമ്പായതുകൊണ്ട് തന്നെ നല്ല കറികളൊന്നുമില്ല, കർമൂസക്കറിയൊക്കെയാണുള്ളത്. അപ്പോൾ കറി വയ്ക്കാൻ പോകുന്നത് കർമൂസക്കറി നമ്മൾ കൂടി മിക്സ് ആക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ നല്ല ഒച്ചമ്പാടായിരിക്കും, അതങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ നിൽക്കുക. എനിക്ക് ആ ടൈമിൽ പറയേണ്ട കാര്യം പിന്നെ കിട്ടില്ല, അതാണ് വോയിസ് ഓവർ ഞാൻ കൊടുക്കാത്തത്. എത്ര ഒച്ച ഉണ്ടെങ്കിലും ഞാൻ അങ്ങനെ വോയിസ് ഇടണേക്ക് പിന്നെ മറന്നു പോകും, അതാണ് സീന്. അപ്പോൾ ഗൈസ് ഇവിടെ കറിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സോയാബീൻ ഇടാം. ഒന്നും നോമ്പായതുകൊണ്ട് തന്നെ വേറെ ഒന്നുമില്ല. അപ്പോൾ ഇടാം. ഇനി കുറച്ച് നമുക്ക് മോര് ഒഴിക്കാം. അപ്പോൾ ഗൈസ് ഇത് നമുക്ക് ഒന്നായിട്ടുണ്ട് കുഴയ്ക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ക്വാണ്ടിറ്റി ഉണ്ട്. ഇനി രസമുണ്ട്, ഇതൊക്കെ കൂടി കൂട്ടിയിട്ടുണ്ട് തിന്നാൻ പോവാണ്. ഇനി എന്തായാലും തിന്നഴിഞ്ഞിട്ടാണ്. ഞാൻ അതിനിട്ട പേര് ചെമ്പട്ടി കമത്തുന്നതാണ്. കമത്തണമൊന്നുമില്ല, എന്നാലും ഇതൊക്കെ തന്നെയാണ്. എന്തായാലും ഇനി തിന്ന് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഗൈസ് 7 മണി ആയിട്ടുണ്ട്, 7 മണി ആവാനായിട്ടുണ്ട്. ഇപ്പോൾ എജുപോണിൻ്റെ ഒരു വെബിനാർ ഉണ്ട്, ഇന്ന് തിങ്കളാഴ്ചയാണ്. അപ്പോൾ മഴയൊക്കെ പെയ്യുന്നുണ്ട്. ഇനി എന്തായാലും ഞാൻ കനം തൂക്കി നോക്കട്ടെ. അപ്പോൾ ഗൈസ് ഇന്നാളിൻ്റെ കനം നോക്കി നോക്കിയാൽ ഏകദേശം 50 കിലോ ആയിരുന്നു. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഞാൻ ചോറൊക്കെ നിന്ന് വയറച്ച് വരികയാണ്. എന്തായാലും നോക്കാം നമുക്ക്. അപ്പോൾ ഗൈസ് നോക്കുകയാണെങ്കിൽ 50.60 തന്നെയാണ്. എനിക്ക് അറിഞ്ഞൂടെ എന്താ കൂടാത്തതെന്ന്. എന്താ കേടാണത്? കേടല്ലാന്ന് തോന്നുന്നു. കുറച്ച് ഞാൻ കുറഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഇപ്പോൾ ചോറിന് അത്ര കുറച്ച് തന്നെ കൂടിയിട്ടുണ്ടാവും. എന്തെങ്കിലുമൊക്കെ ആവട്ടെ. എന്തായാലും ഇനി നമുക്ക് പഠിക്കാൻ തുടങ്ങാം. അപ്പോൾ ഗൈസ് ഞാൻ നേരെ എജുപോണിൻ്റെ വെബിനാർ കാണാൻ പോവുകയാണ് ഇനി. അപ്പോൾ ലാപ്പിൽ സൂമില്ല. എന്തായാലും നിങ്ങൾ ഇവിടെ ഇരുന്ന് എൻ്റെ ഷെഡ്യൂളൊക്കെ കാണും. ഞാൻ ആ വെബിനാർ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഗൈസ് ആ പറഞ്ഞതിൽ ചെറിയൊരു തിരുത്തുണ്ട്. 7 മണിക്കല്ല 8 മണിക്കാണ് എജുപോണിൻ്റെ വെബിനാർ. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ കുറച്ച് എഴുതാണ്ടേക്ക് നോട്ട്സ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ ബാഗിൽ എന്തൊക്കെ ഉണ്ട് നോക്കാം നമുക്ക്. അധികം സാധനങ്ങളൊന്നും ഇല്ല.
ഇതാ ഇത്ര ബുക്സാണ് ആകെ ഉള്ളത്. ഒന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ ബുക്കാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ എഴുതാൻ വേണ്ടി വാങ്ങിയാണ്. ഫിസിക്സ് നോട്ട് കംപ്ലീറ്റ് ആക്കാൻ പറഞ്ഞത്. ഇനി പന മഴയാണ് പെയ്തുകൊണ്ടേക്കാണ്. ഉച്ച കേൾക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. അത്രയും ബുക്സാണ് ഉള്ളത് ആകെ. പിന്നെ നോക്കുകയാണെങ്കിൽ ഒരു ഹിന്ദീൻ്റെ ടെസ്റ്റ് ഉണ്ട്. ഇത് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ പരീക്ഷ പേപ്പറിന് ഇംഗ്ലീഷ് മാർക്ക് കാണിച്ചു തരാം. നിങ്ങളെത്ര പ്രതീക്ഷിക്കുന്നുണ്ടോ അത്ര ഇല്ലേക്ക്. ഞാൻ നോക്കുകയാണെങ്കിൽ 42.5 മാർക്കാണ് ഇംഗ്ലീഷിലുള്ളത്. അതൊക്കെ പോട്ടെ, ഇംഗ്ലീഷൊക്കെ എന്തിനു പേടിക്കാൻ. ടീച്ചറിട്ടാണെന്ന് സംശയം തോന്നുന്നു. ഞാൻ ഇട്ടമായിട്ട് തോന്നുന്നുണ്ട്, പക്ഷേ ടീച്ചറിട്ട് തന്നെയാണ്. ഗായ്സ് ഞാൻ അന്തം വിട്ടുപോയി. കാര്യം എന്താണെന്ന് പറയുകയാണെങ്കിൽ ഞാൻ 4ാം പാഠം വരെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. എൻ്റെ നോട്ട്, എൻ്റെ ഫ്രണ്ടിൻ്റെ നോട്ട് നോക്കുകയാണെങ്കിൽ ഇതാണ്. ഇത്രയുണ്ട്, അത്ര തന്നെ ഏകദേശം ഉണ്ട്. ഇതുണ്ട് അത്ര ഇല്ലെങ്കിൽ കുറച്ചൊക്കെ ഞാൻ കള്ളത്തിന് കണ്ടിന്. എന്നാലും 4ാം പാഠം വരെ കംപ്ലീറ്റ് ആക്കിന്. എങ്ങനെയെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ഞാൻ നന്നായി ഗായ്സ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിരുന്നു. അതിൽ ഞാൻ നോട്ട് ഫുൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയ്ക്ക് എഴുതിയിരുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല. അതിനോട് ലാഭമായി. ഇനി 2 ചാപ്റ്ററും കൂടി എഴുതാനുള്ളൂ. അത് ആകെ ഇത്തിരി പേജുള്ളൂ, 2 ചെറിയ ചാപ്റ്ററാണ്. അതെന്തായാലും 8 മണിൻ്റെ ഉള്ളത് എഴുതി തീർക്കാൻ കഴിയത്തില്ല. എന്നാലും നമുക്ക് ശ്രമിക്കാം. ഞാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും കഴിയുന്നൊക്കെ വിശ്വാസത്തിൽ ശ്രമം തുടങ്ങാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കും ഞാൻ ചെയ്തിട്ട് പോയിട്ട്. അപ്പോൾ ഗൈസ് കറക്റ്റ് 8 മണിയായപ്പോൾ തന്നെ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഒന്നും പറയാല്ല. അപ്പോൾ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ബ്ലാക്ക് ഇങ്കിനോണ്ടാണ് എഴുതി. എനിക്ക് ബ്ലൂ ഇങ്കാണ് ഇഷ്ടം. പക്ഷേ ഈ പന്ന പേനാണ്. ഞാൻ വാങ്ങുന്ന പേനൊന്നും ഇപ്പോൾ എഴുത്തിടിക്കില്ല. എന്താ അറിഞ്ഞൂടാ. നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടുക. എഴുത്തിടിക്കാതൊക്കെ കോമഡി സംഭവം. എന്തായാലും 8 മണി ആവാനായിട്ടുണ്ട്. വെബിനാർ അറ്റൻഡ് ചെയ്തിട്ട് വരാം. എന്തായാലും ഫോണിൽ തന്നെ അറ്റൻഡ് ചെയ്യുന്നത്, ലാപ്പിൽ അറ്റൻഡ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ എന്താക്കി പറഞ്ഞതൊന്നും നോക്കട്ടെ. എന്തായാലും വെബിനാർ അറ്റൻഡ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഗൈസ് 9:00 ആയി. അപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ട് വെബിനാറൊക്കെ കണ്ട് 9:00 ആയിന്ന് തേങ്ങാം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെബിനാർ കാണാൻ വെച്ച് പോയപ്പോൾ അവിടെ രജിസ്റ്റർ ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. പിന്നെ സൂം എടുത്ത് നോക്കിയപ്പോൾ ഒന്നും കിട്ടിയിലേക്ക് അറിയില്ല. ഞാൻ എന്നിട്ട് എജുപോർട്ടിന് പേഴ്സണലായിട്ടൊക്കെ മെസ്സേജ് അയച്ചു. പക്ഷേ ഒരു റിപ്ലൈയും കിട്ടിയില്ല. അപ്പോൾ ഞാൻ പിന്നെ വേറെ ഒന്നും നോക്കിയില്ല. കുറച്ചേരം യൂട്യൂബ് കണ്ടിരുന്നു. പിന്നെ കോളൊക്കെ ചെയ്തു. ഇപ്പോൾ നാരായണനെ വിളിച്ചിരുന്നു ഞാൻ. അവൻ ഫുൾ മോട്ടിവേഷനാണ്. അവൻ ഇപ്പം രാത്രി 3 മണി വരെ പഠിക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണെന്നൊക്കെ പറയുന്നത്. നാരായണ ഒരു ചാനലൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അറിയാൻ മതിയോ കുറേ ആൾക്കാർക്കും. അല്ലെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. വിഷയമാണ് പുള്ളിയുടെ ചാനലിലെ വീഡിയോ ഒക്കെ ഒന്ന് പോയി കാണാൻ. എല്ലാവരും സപ്പോർട്ടൊക്കെ ചെയ്യുക. എന്തായാലും കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. ഇനി എന്തായാലും നേരെ പഠിക്കാൻ പോട്ടെ. നോട്ടും കംപ്ലീറ്റ് ചെയ്തു. അതിനോട്ട് തന്നെ അപ്പോൾ പ്രശ്നമൊന്നും ഇനി ലാബ് പറഞ്ഞാൽ വ്യാഴാഴ്ചയാണ്. അതിനോണ്ട് അതും പ്രശ്നമില്ല. ആ റെക്കോർഡൊക്കെ പിന്നെ ഞാൻ ബുധനാഴ്ച കംപ്ലീറ്റ് ആക്കുന്നത്. ഇപ്പോൾ തിങ്കളല്ലേ. ഇനി വേറെന്താ പഠിക്കേണ്ടതെന്ന് തീരുമാനിച്ചട്ടെ, നോക്കട്ടെ. ഗൈസ് കാണാൻ പോണ കോർഡിനേഷൻ കോമ്പൗണ്ട് +2-ലാണ് സൈലത്തിൻ്റെ മധുസാർ ക്ലാസ്. അപ്പോൾ ഏകദേശം ഇത്രയും നമ്മൾ കണ്ടുവച്ചിട്ട് ഇനി കുറച്ചും കൂടി കാണാനുള്ളൂ. പക്ഷേ വേറെ സീൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഇപ്പോൾ ചാർജില്ല, ലാപ്ടോപ്പിലും ചാർജില്ല. കാണായോ ഇപ്പോൾ 2 കുത്തിയിരുന്നു. അപ്പോൾ ഹൈപ്പർ ലാബ്സിലൊക്കെ ഈ പറഞ്ഞൂടാ. എന്നാൽ ഞാൻ നോക്കട്ടെ. അവിടെ കുത്തിയിട്ടിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഹൈപ്പർ ലാബ്സിലൊക്കെ ആയി നോക്കട്ടെ. എന്നാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നേരെ. ക്ലാസ് ഇവിടെ തീർന്നിട്ടുണ്ട്. അത്യാവശ്യം കുറച്ചുള്ളൂ. ഞാൻ നോട്ടൊക്കെ എഴുതി ഉണ്ടാക്കിയപ്പോഴത്തേന് അത്യാവശ്യം കുറച്ച് ടൈം. ഇവിടെ വേറെ എന്തോ നോട്ട് ചെയ്താണെന്ന് വെച്ചാണ് സാറ് പറയാത്തൊരു കാര്യം. അത് സാറ് വീഡിയോ ഒക്കെ ഇടാറുണ്ട്. ഇത് 8 മാസം മുന്നത്തെ വീഡിയോ ആയിട്ടാണ്. അപ്പം ഇനിയിപ്പോൾ ആ വീഡിയോ അവിടെ പോയി തരാനാണെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും ഇപ്പോൾ ഇവിടെ നിർത്താൻ എന്തൊരു ഉറക്കാടെ തോന്നുന്നത്. അല്ലെങ്കിൽ മണ്ടൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഇരിക്കാൻ കഴിഞ്ഞിരുന്നു. നല്ല രീതിയിൽ ഉറക്കം വരുന്നുണ്ട്. ഇതൊക്കെ ഇവിടെ അലങ്കോലം കിടക്കുന്നതാണ്. എന്തായാലും ഒക്കെ എടുത്തൊക്കെ ഇട്ട് ഇനി വൃത്തിയാക്കി കിടന്നുറങ്ങട്ടെ. വയ്യ. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. റോഡ് ടു 10K ആണ് സബ്സ്ക്രൈബേഴ്സ്. ഈ കൊല്ലം തന്നെ നമ്മൾ അടിക്കണം 10K. എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. പത്രത്തിനോട് വേറെ ഒന്നും പറയാനില്ല, മാത്രമേ ഉള്ളൂ. എന്താ ചെങ്ങ എന്റെ പ്രശ്നമോ? വാ, എന്താ അതിൽ തേങ്ങ പറഞ്ഞുതരാം. പോണോന്ന്
ഇങ്ങോട്ട് വാങ്ങിട്ടേ ഇങ്ങോട്ട് അടിച്ചാൽ പൊട്ടി പോടെ